ഒരു മനുഷ്യന്റെ വിലകൂടിയ വാച്ച് അബദ്ധവശാൽ കടലിൽ വീണുപോയി. എന്നാൽ അയാൾ അത് അന്വേഷിച്ച് താഴെ പോയപ്പോൾ താൻ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത ഒരു കാര്യമാണ് കണ്ടെത്തിയത്. മണൽ നീക്കാൻ തുടങ്ങിയ ഉടൻ അതിനടിയിൽ നിന്ന് വളരെ പഴയ ഒരു കഠാര പുറത്തുവന്നു. ഈ കഠാരയ്ക്ക് അത്രയ്ക്ക് പഴക്കമുണ്ടായിരുന്നു. അതിന്റെ ഉപരിതലം തുരുമ്പെടുത്തിരുന്നെങ്കിലും അതിന്റെ തിളക്കം നഷ്ടപ്പെട്ടിരുന്നില്ല. അയാൾ ശ്രദ്ധിച്ചു നോക്കി. പിടിയിൽ വിലയേറിയ നിരവധി വജ്രങ്ങളും പതിച്ചിരുന്നു. ഇത് കഠാര വളരെ വിലകൂടിയതും ചരിത്രപരവുമാണെന്ന് വ്യക്തമായി കാണിച്ചു. അയാൾ ഉടൻ തന്നെ കഠാരയുമായി കപ്പലിലേക്ക് തിരിച്ചുപോയി തന്റെ കൂട്ടാളികളെ വിളിച്ചു. ഇതിനുശേഷം എല്ലാവരും വീണ്ടും കടലിലേക്ക് പോയി. ഈ കടൽ പ്രദേശത്ത് ഇത്രയധികം നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവർക്കൊരു ധാരണയുമുണ്ടായിരുന്നില്ല. കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ മനുഷ്യൻ മണലിൽ നിന്ന് വലുതും ഭാരമുള്ളതുമായ ഒരു കല്ല് പുറത്തെടുത്തു. അത് കണ്ട ഉടനെ അവിടെ ഒരു മുങ്ങിയ കപ്പലുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അയാളുടെ അനുഭവം പറഞ്ഞു. സമയം പാഴാക്കാതെ അയാൾ തന്റെ ഡിറ്റക്ടർ പുറത്തെടുത്ത് പരിശോധന തുടങ്ങി. പെട്ടെന്ന് ഡിറ്റക്ടറിന്റെ സൂചി അതിവേഗം ചലിക്കാൻ തുടങ്ങി. അതിനർത്ഥം മണലിനടിയിൽ വലിയ എന്തോ ഒളിച്ചിരിപ്പുണ്ടെന്നായിരുന്നു. അയാൾ ബ്ലോവർ മെഷീൻ ഓണാക്കി മണൽ നീക്കാൻ തുടങ്ങി. മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ട വസ്തു സാവധാനം പുറത്തുവരാൻ തുടങ്ങി. അതൊരു വളരെ പഴയ പീരങ്കിയാണെന്ന് അയാൾ കണ്ടു. അതൊരുപക്ഷേ രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ആയിരിക്കാം. കടൽവെള്ളം പീരങ്കിയെ അല്പം കേടുവരുത്തിയിരുന്നു. എങ്കിലും ഇത്രയും പഴയതും ചരിത്രപരവുമായ ഒരു വസ്തുവിന് നല്ല വിലയ്ക്ക് വിൽക്കാൻ കഴിയും. തുടർന്ന് അയാൾ പീരങ്കി കയറുകൊണ്ട് കെട്ടി എയർബാഗുകളിൽ വായു നിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ പീരങ്കി സാവധാനം മുകളിലേക്ക് വലിച്ചെടുക്കാൻ കഴിയും. എയർബാഗുകളുടെ സഹായത്തോടെ അയാൾ വളരെ എളുപ്പത്തിൽ പീരങ്കി മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി. എന്നാൽ ഉപരിതലത്തിനടുത്തെത്തിയ ഉടൻ ഒരു അതിവേഗ ബോട്ട് അവന്റെ മുകളിലൂടെ വന്നു. മറൈൻ പോലീസ് അടുത്തുള്ള പ്രദേശത്ത് പട്രോളിംഗ് നടത്തുകയായിരുന്നു എന്ന് മനസ്സിലായി. ഈ പ്രദേശം പര്യവേക്ഷണത്തിന് വിലക്കപ്പെട്ടതാണെങ്കിലും അവിടെ ഒരു കപ്പൽ നിർത്തിയിരിക്കുന്നത് അയാൾ കണ്ടു. അതിനാൽ അവർക്ക് പീരങ്കി വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കാൻ ധൈര്യമുണ്ടായില്ല. അവന്റെ കൂട്ടാളികളിൽ ഒരാൾ പോലീസുമായി സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ വെള്ളത്തിൽ കൂടുതൽ നേരം നിൽക്കുന്നത് എളുപ്പമായിരുന്നില്ല. ഇതിനിടയിൽ പോൾ കുറച്ച് ഓക്സിജൻ വിട്ട് പീരങ്കി വീണ്ടും താഴേക്ക് ഉപരിതലത്തിലേക്ക് ഇടാൻ തീരുമാനിച്ചു. പക്ഷേ അവന്റെ കൂട്ടാളികളിൽ ഒരാൾക്ക് ഒരു അബദ്ധം സംഭവിച്ച് അവന്റെ കൈ വഴുതിപ്പോയി. അയാൾ ഒറ്റയടിക്ക് എല്ലാ ഓക്സിജനും പുറത്തുവിട്ടു. പീരങ്കി അതിവേഗം താഴേക്ക് വീഴാൻ തുടങ്ങി. അവന്റെ കൂട്ടാളിയും അതോടൊപ്പം താഴേക്ക് വലിക്കപ്പെട്ടു. അവന്റെ ഒരു കൈ പീരങ്കിക്കടിയിൽ കുടുങ്ങി. എല്ലാ കൂട്ടാളികളും സഹായിക്കാൻ മുന്നോട്ട് വന്നു. പക്ഷേ പീരങ്കിക്ക് അത്രയ്ക്ക് ഭാരമുണ്ടായിരുന്നു. ആർക്കും അതിനെ അനക്കാൻ കഴിഞ്ഞില്ല. അതിലുപരി ഓക്സിജനും ഏകദേശം തീർന്നിരുന്നു. ഇതിങ്ങനെ തുടർന്നാൽ എല്ലാവർക്കും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോൾ ബുദ്ധി ഉപയോഗിച്ചു. അയാൾ ശേഷിച്ച ഓക്സിജൻ എയർബാഗുകളിൽ നിറച്ച് തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് പീരങ്കി ഉയർത്താൻ ശ്രമിച്ചു. എയർബാഗുകളുടെ സഹായത്തോടെ എല്ലാവരും ചേർന്ന് അവരുടെ കൂട്ടാളിയെ രക്ഷിച്ചു. എല്ലാവരും കപ്പലിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മറൈൻ പോലീസ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത് കണ്ടു. പക്ഷേ ഭാഗ്യം അവരെ തുണച്ചു. അവരുടെ കൂട്ടാളി നീല പോലീസുകാരിൽ ഒരാൾ തന്റെ പഴയ സുഹൃത്താണെന്ന് കണ്ടു. അല്പം സംഭാഷണത്തിന് ശേഷം അയാൾ അവരെ അവിടെ നിന്ന് പോകാൻ അനുവദിച്ചു. ഈ സംഭവത്തിന് ശേഷം ആ കടൽ പ്രദേശത്ത് ധാരാളം നിധി ഒളിച്ചിരിപ്പുണ്ടെന്ന് പോളിന് ബോധ്യമായി. അടുത്ത ദിവസം അയാൾ വീണ്ടും എല്ലാ സാധനങ്ങളുമായി കടലിൽ ഇറങ്ങി. ഇത്തവണ അരമണിക്കൂർ പോലും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അയാൾക്ക് വിചിത്രമായ എന്തോ ഒന്ന് അനുഭവപ്പെട്ടു. അയാൾ അല്പം അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ തകർന്നുപോയ ഒരു വിമാനം കണ്ടു. അയാൾ ഉടൻ തന്നെ അതിനടുത്തേക്ക് നീങ്ങി പരിശോധിച്ചു. പക്ഷേ പോൾ അവിടെ കണ്ടത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. കുറച്ചു ദിവസത്തേക്ക് പോൾ തീർത്തും നിശബ്ദനായിരുന്നു. ശരിയായ സമയം വന്നപ്പോൾ നിധിയെടുക്കുന്നതിനായി അയാൾ കൂട്ടാളികളോടൊപ്പം വീണ്ടും മടങ്ങിയെത്തി. ആദ്യം അയാൾ തന്റെ അതേ ചരിത്രപരമായ പീരങ്കി മുകളിലേക്ക് വലിച്ചെടുത്തു. പക്ഷേ ഇത്തവണ അവന്റെ മെഷീന്റെ കയർ പൊട്ടി പീരങ്കി വീണ്ടും അതിവേഗം വെള്ളത്തിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ ഇത്തവണ പീരങ്കി ഒരു പഴയ കപ്പലിൽ ചെന്ന് വീണു. ഒരുപക്ഷേ പോളിന്റെ ഈ തെറ്റ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ തെറ്റായിരിക്കാം. അയാൾ വീണ്ടും മുങ്ങി. ഇത് അവന്റെ ജീവിതത്തിലെ അവസാനത്തെ ഏറ്റവും ധീരമായ മുങ്ങലായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നിധി കണ്ടെത്തിയിട്ടുണ്ടോ?